പടച്ചോൻ പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് അപ്പോൾ തന്നെയാണ് എന്ന ഒരു പ്രയോഗം നമ്മുടെയൊക്കെ നാട്ടിൽ പരക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇസ്ലാമികമായി അതിന് യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനവും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പടച്ച റബ്ബ് അപ്പോൾ തന്നെ കൊടുക്കും. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇറക്കി. ആ വീഡിയോ എന്താണെന്ന് പോലും കാണാതെ കേവലം അതിന്റെ തമ്പനയിലും തലവാചകവും മാത്രം വായിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചു. അങ്ങനെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് വിസാൽ മീഡിയ എന്ന ചാനൽ നടത്തുന്ന വ്യക്തി. അദ്ദേഹം എൻ്റെ വീഡിയോയൊന്നും കണ്ടിട്ടില്ല, കേവലം തമ്പനയിൽ മാത്രം കണ്ടിട്ട് എന്ത് ചോദ്യമാണ് ഉസ്താദ് ഈ ചോദിക്കുന്നത്? അങ്ങനെ ഉസ്താദുമാരെ അവഹേളിച്ചത് കൊണ്ടാണെങ്കിൽ ആ ഉമ്മയല്ലല്ലോ മരിക്കേണ്ടത്, ആ ഉമ്മയുടെ മകനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ഇറക്കിയത്. കേവലം ഒരു മര്യാദയുടെ പേരിലെങ്കിലും അദ്ദേഹം എൻ്റെ ആ വീഡിയോ കണ്ടിട്ടില്ല. കാണാതെ നടത്തിയ വിമർശനം തമ്പനയിൽ വളരെ മോശമായി പോയി. എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹം എന്നെ എന്തിന്റെ പേരിലാണോ വിമർശിച്ചത് അതേ പേരിൽ അദ്ദേഹത്തിനും വിമർശനം കേൾക്കേണ്ടി വന്നിരിക്കുകയാണ്. പടച്ച റബ്ബ് അപ്പോൾ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതെന്റെ കറാമത്തൊന്നും അല്ലട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദിന് നല്ലപോലെ കറാമത്തുകൾ അനുഭവപ്പെടുന്നു. കറാമത്ത് കൊണ്ട് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയാൻ കേൾക്കുന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ടു. അതിൻ്റെ ഒരു വീഡിയോ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് ചെയ്തിരുന്നു. ആ ഉമ്മ അതിൻ്റെ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുൻപെട്ടായി അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് ഉസ്താദന്മാർ വിമർശിച്ചു, കുറ്റം പറഞ്ഞു. പാണ്ടിക്കാട് ചെയ്യുന്ന വീഡിയോനെ പറ്റി ഉസ്താദന്മാർ ഉപദേശിച്ചിരുന്നു. ആ ഉപദേശത്തെ തിരസ്കരിച്ചും കൊണ്ട് കളിയാക്കി കുറ്റം പറഞ്ഞു എന്നാണ്. അത് പറഞ്ഞു നിർത്തി അദ്ദേഹം അവിടെ നിന്ന് തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടത്, ഈ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ട കാര്യവും പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു കറാമത്ത് നല്ല പോലെ നടക്കുന്നു എന്നാണ്. അത് കറാമത്ത് ഉണ്ടാകും. എല്ലാം CM-ൻ്റെ ആൾക്കാരായതുകൊണ്ട്, CM മടവൂരിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഇതുപോലെ കറാമത്തുകൾ, നല്ലപോലെ കറാമത്തുകൾ ഉണ്ടാകും. ഇപ്പോൾ ഇന്നലെ ചെയ്തതായിരിക്കുന്ന നമ്മുടെ വിശാൽ മീഡിയയിലെ ഫക്രുദ്ദീൻ എന്ന ആൾ ഇദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്തതിന്. അതിന് തക്ക സമയത്ത് പെട്ടെന്ന് ഫലമുണ്ടായി എന്നാണ് കേൾക്കുന്നത്. പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ, ബഹുമാനപ്പെട്ട വലിയുള്ളാഹി നമ്മുടെ ഹാരിസ് മദനി ഉസ്താദിനെ വിമർശിച്ചത് കൊണ്ട് ഇപ്പോൾ പെട്ടെന്നായി അതിൻ്റെ ഫലമുണ്ടായി. വിശാൽ മീഡിയയുടെ ഈ ഫക്രുദ്ദീനെ എന്ന ആളെയും വിമർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ വിമർശിക്കുന്നു, അദ്ദേഹത്തെയും കുറ്റം പറയാൻ ആളുണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ലപോലെ സൂക്ഷിക്കണം. ഇവരെ പറ്റി ആരും ഒന്നും സംസാരിക്കരുത്. ആരും സംസാരിക്കുന്നത് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുമില്ല. ആരും സംസാരിക്കാൻ പാടില്ല. ഇവർ എന്ത് ചെയ്താലും, എന്ത് ചെയ്താലും, അക്രമം ചെയ്താലും, അനീതി ചെയ്താലും, ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും, അതുപോലെ ഇപ്പോൾ പോയതായിരിക്കുന്ന സഫ്വാൻ സക്കാഫിയുടെ ആ വിഷയത്തിൽ പോലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ഇതുപോലെയുള്ള തലപ്പാവുകാർ അത് സപ്പോർട്ടാണ് അവർ. അതുകൊണ്ട് ഇവരെ ബഹുമാനിക്കാൻ പോലും തോന്നുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ, ഇവർ ചെയ്യുന്നത് എവിടെയാണ് തെറ്റുള്ളത് അവിടുത്തെ സപ്പോർട്ടാണ്. ആ തെറ്റ് ചെയ്തവനെ വിമർശിക്കുന്നില്ല. ആ തെറ്റ് സംഭവിച്ചതിനെ ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് ഇവർ പറയുന്നത്, ഇവർ വിമർശിക്കുന്നത്. ഇവർ സലഫിയാക്കുന്നതും വഹാബിയാക്കുന്നതും നിരീശ്വരവാദിയാക്കുന്നതും എല്ലാം ഇതുപോലെ യൂട്യൂബർമാർ ആരെല്ലാം ഉണ്ടോ അവരെയാണ് ഇവർ പറയുന്നത്, കുറ്റം പറയുന്നത്. ഈ ഉസ്താദന്മാരെ പൈക്കിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും അതവർ ഒറ്റക്കെട്ടായി അതിനെ അവർ നല്ല രീതിയിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു എന്നല്ലാതെ പറയുന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ഇതുപോലെ പെട്ടെന്ന് ഫലം കിട്ടുന്നു എന്ന് പോലും അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തെ ആരും
പറയാതെ വിമർശിക്കാതിരിക്കലാണ് നല്ലത്. നല്ലപോലെ കറാമത്തുള്ളത് കൊണ്ട് വളരെ ഡേഞ്ചറാണ് എന്ന് പോലും പറയുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.